ഇറാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഫ്രിഗേറ്റ് ശ്രീലങ്കയുടെ അതിർത്തിയിൽ നിന്നും ഏകദേശം 70 കിലോമീറ്റർ അകലത്തിൽ മുക്കിക്കളഞ്ഞതായി ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു വാർത്ത അറിഞ്ഞതാണ്. ഇപ്പോൾ ആ കപ്പൽ എങ്ങനെ മുക്കിക്കളഞ്ഞു എന്നതിനെക്കുറിച്ച് അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ്. ആ വീഡിയോയിൽ അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും ശക്തമായ ടോർപിഡോകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന മാർക്ക് 48 ടോർപിഡോ ഇറാന്റെ യുദ്ധക്കപ്പലിനെ ലക്ഷ്യമാക്കി പ്രയോഗിക്കുന്നതും തുടർന്ന് ആ ടോർപിഡോ കപ്പലിൽ ഇടിച്ച് കപ്പൽ മുങ്ങിത്തുടങ്ങുന്നതും ആ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുഴുവൻ സംഭവത്തിന്റെയും വിശദമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഈ ടോർപിഡോയുടെ പരമാവധി ദൂരം ഏകദേശം 45 മുതൽ 50 കിലോമീറ്റർ വരെയാണ്. അതായത് അമേരിക്കയുടെ ആണവായുധ ശേഷിയുള്ള സബ്മറൈൻ ആ കപ്പലിനെ പിന്തുടർന്ന് ശരിയായ സമയത്ത് ആക്രമണം നടത്തിയിരിക്കാമെന്നാണ് സൂചന. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായി കാണുന്നു. അതേസമയം ഇറാനിൽ മൊസാദിന്റെ ചാരന്മാരെ വേട്ടയാടാനും പിടികൂടാനും പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നു. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. സ്ട്രേറ്റ് ഓഫ് ഹോർമസ് ഇറാൻ അടച്ചിരിക്കുകയാണ്. ഇതുവരെ ആ കടലിടുക്കിലൂടെ ഏതൊരു കപ്പൽ ഗതാഗതവും നടന്നിട്ടില്ല. ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും കപ്പലുകൾ തടഞ്ഞു നിർത്തപ്പെട്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്നത് 98% കടൽ ഗതാഗതവും പൂർണ്ണമായും തടഞ്ഞു കഴിഞ്ഞു. കൂടാതെ ഹോർമോസ് കടലിടുക്കിലൂടെ 100% ട്രാഫിക്കും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിരവധി മൈൽ ദൂരത്തിൽ കപ്പലുകൾ ആങ്കറിടുകയും നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഉപരോധം ലംഘിച്ച് ഒരു കപ്പലിനും ഈ കടലിടുക്ക് കടക്കാൻ കഴിയില്ല. അതിനും അപ്പുറം കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളെ ഞങ്ങൾ മുക്കിക്കളയും. ഈ കടുത്ത മുന്നറിയിപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. ഈ മുന്നറിയിപ്പ് വന്നത് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രിഗേറ്റുകളിൽ ഒന്നായ IRIS ഡെന മുക്കിക്കളയപ്പെട്ടതിനു ശേഷമാണ്. ആ കപ്പൽ ഇറാന്റെ നാവികസേനയ്ക്ക് വളരെ വിലമതിക്കുന്ന ഒരു ആസ്തിയായിരുന്നു. അതേ ക്ലാസ്സിൽപ്പെട്ട ഫ്രിഗേറ്റുകൾ വളരെ കുറച്ചെണ്ണം മാത്രമാണ് ഇറാന്റെ കൈവശമുള്ളത്. ഇതിനെ തുടർന്ന് അമേരിക്കൻ കേന്ദ്ര സർക്കാർ അടുത്തിടെ 17 ഇറാനിയൻ നാവികാസ്തികൾ നശിപ്പിച്ചുവെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത് ഹോർമോസ് കടലിടുക്കിലെ ഉപരോധം ദുർബലപ്പെടുത്താൻ സഹായിക്കുമെന്നുമാണ് അവരുടെ ഒരു നിലപാട്. ശേഷിക്കുന്ന കപ്പലുകളെ അടുത്ത ദിവസങ്ങളിൽ നശിപ്പിക്കുമെന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഇറാന്റെ ചില സബ്മറൈനുകളെയും മുക്കിക്കളഞ്ഞുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. മുൻപ് ഒരു സബ്മറൈനെ ഞങ്ങൾ മുക്കിച്ചു എന്ന് പറഞ്ഞ അവർ ഇപ്പോൾ 2 സബ്മറൈനുകൾ കൂടി നശിപ്പിച്ചതായി പറയുന്നു. ഇതിലൂടെ ഇറാന്റെ നാവികസേനയ്ക്കെതിരെ ശക്തമായ ആക്രമണമാണ് അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഹോർമോസ് കടലിടുക്ക് അടച്ചുപൂട്ടപ്പെട്ടാൽ അത് ആഗോള എനർജി വിപണിയിൽ വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇത് അമേരിക്കയ്ക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എണ്ണവില ഉയരാൻ സാധ്യതയുണ്ട്. അവരുടെ സ്ട്രാറ്റജിക് റിസർവുകൾ ഉപയോഗിച്ച് കുറച്ച് മാസങ്ങൾ അവർക്ക് നിലനിർത്താനാകുമെങ്കിലും ഇത്രയും വലിയൊരു അപകട സാധ്യത ഏറ്റെടുക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നുള്ളതും ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപരോധം എത്രയും വേഗം നീക്കാൻ അമേരിക്ക ശ്രമിക്കും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നും കണക്കാക്കുന്നു. ഇപ്പോൾ ഇറാന്റെ യുദ്ധക്കപ്പലിനെ എങ്ങനെ മുക്കിക്കളഞ്ഞു എന്നുള്ളത് നോക്കാം. അതിനു മുൻപ് ആ കപ്പലിന്റെ ഒരു ടൈം ലൈൻ നമുക്കറിയാം. മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ 2026 നടക്കുന്ന ഒരു സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാനായി ആ യുദ്ധക്കപ്പൽ ഇന്ത്യയിലെ വിശാഖപട്ടണം സന്ദർശിച്ചിരുന്നു. അവിടെ നിന്നും ബംഗാൾ ഉൾക്കടൽ പ്രദേശത്ത് ചില ദിവസങ്ങൾ ചിലവഴിച്ചു. അഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇറാനിലേക്ക് മടങ്ങുന്ന വഴിയായിരുന്നു ഈ സംഭവം നടന്നത്. വീഡിയോ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ ടോർപിഡോ കപ്പലിനെ ആക്രമിക്കുന്ന ആ ഒരു സമയത്ത് കപ്പൽ ഇതിനകം തന്നെ തന്റെ നീക്കം നിർത്തിയ ഒരു നിലയിലായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? 2 സാധ്യതകളാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനിയൻ കമാൻഡിൽ നിന്നും അടുത്ത നിർദ്ദേശം ലഭിക്കുന്നത് വരെ മുന്നോട്ട് പോകരുത് എന്ന് കപ്പലിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടാകാം. രണ്ടാമത്തെ ഓപ്ഷൻ, അമേരിക്ക ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കപ്പലിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കിയിരിക്കാം. ഈ 2 സാധ്യതകളിൽ ഒന്നായിരിക്കും അവിടെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. ആദ്യം ആ ദൃശ്യം പ്ലേ ചെയ്യുമ്പോൾ കാണുന്നത് എന്തെന്നാൽ, കപ്പൽ നിശ്ചലമായി നിൽക്കുന്ന സമയത്ത് ഒരു ടോർപിഡോ പിന്നിലെ ഭാഗത്ത് ഇടിക്കുന്നു. അതിനുശേഷം കപ്പലിന്റെ പിൻഭാഗം ഗുരുതരമായി കേടാവുകയും അടിഭാഗം തകർന്നതോടെ കപ്പൽ പതിയെ മുങ്ങി തുടങ്ങുകയും ചെയ്യുന്നു. ചിലയിടങ്ങളിൽ കപ്പലിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, ജീവനക്കാർ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സ്ഫോടനത്തിന്റെ ആഘാതം നോക്കിയാൽ ജീവനക്കാർ രക്ഷപ്പെട്ടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാർക്ക് 48 ടോർപിഡോ ആണെന്നാണ് പറയുന്നത്. ഇത് അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും മാരകമായ ഹെവി വെയ്റ്റ് ടോർപിഡോകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു.
എന്തുകൊണ്ട് ഇത് ഇത്രയും അപകടകാരിയാകുന്നു എന്ന് പറയാം. ഇതിൻ്റെ പരമാവധി റേഞ്ച് ഏകദേശം 45 മുതൽ 50 കിലോമീറ്റർ ആണ്. വേഗത 75 km/h. ഒരു പക്ഷേ അതിലും കൂടുതൽ തന്നെ വരും. മൊത്തം ഭാരം ഏകദേശം 1800 കിലോഗ്രാമിലും കൂടുതൽ. വാർഹെഡ് ഏകദേശം 300 കിലോഗ്രാം ആണ്. ഇത് സാധാരണ റേഞ്ച് കൊണ്ടല്ല അപകടകാരിയാകുന്നത്. അതിൻ്റെ വാർഹെഡിന്റെ ഭാരവും സ്ഫോടനശേഷിയും തന്നെയാണ് പ്രധാന കാരണം. സാധാരണയായി അമേരിക്കയുടെ സബ്മറൈനുകളെല്ലാം ആണവശേഷിയുള്ളവയാണ്. അതായത് ആണവ സബ്മറൈനുകളിൽ നിന്നാണ് ഇത്തരം ടോർപിഡോകൾ പ്രയോഗിക്കുന്നത്. സബ്മറൈനുകളുടെ പരമാവധി വേഗം ഏകദേശം 30 knots ആണ്. അതായത് 50-60 km/h. യുദ്ധക്കപ്പലുകളും സാധാരണയായി അതേ വേഗപരിധിയിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ ടോർപിഡോയുടെ വേഗം അതിലും കൂടുതലാണ്. ഒരിക്കൽ ലക്ഷ്യം കണ്ടെത്തി ഈ ടോർപിഡോ പ്രയോഗിച്ചാൽ ആ ലക്ഷ്യത്തിന് അതിനെ മറികടന്ന് രക്ഷപ്പെടാൻ പ്രായോഗികമായി കഴിയില്ല. ഈ ടോർപിഡോയുടെ വേഗം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. ലക്ഷ്യം മുൻകൂട്ടി വ്യക്തമായി കണ്ടെത്തി ഡാറ്റ ഫീഡ് ചെയ്താൽ ടോർപിഡോ പരമാവധി വേഗത്തിൽ തന്നെ പോകും. സംശയാസ്പദമായ ഒരു പ്രദേശത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ അതിന്റെ വേഗം കുറച്ച് കൂടുതൽ ദൂരം കവർ ചെയ്യാൻ, അതായത് റേഞ്ച് കൂട്ടുന്നത് പോലെയും ഇതിൽ പ്രോഗ്രാം ചെയ്യാൻ കഴിയും. ഇത് ഒരു തവണ റേഡിയസിനുള്ളിൽ പ്രവേശിച്ചാൽ ആ ലക്ഷ്യത്തെ ഇത് നിർവീര്യമാക്കാതെ വിടില്ല. അത്രയും മാരകമായ ആയുധമാണിത്. സ്ഫോടനം നേരിട്ട് കപ്പലിൽ ഇടിക്കുകയല്ല പലപ്പോഴും ചെയ്യുന്നത്. കപ്പലിന്റെ അടിഭാഗത്തിന് കീഴിൽ സ്ഫോടനം ഉണ്ടാക്കി വലിയൊരു ഷോക്ക് വേവ് സൃഷ്ടിക്കുന്ന രീതിയിലാണ് പ്രവർത്തനം. അതിനാൽ കപ്പലിന്റെ ഒരു സ്ട്രക്ചർ തന്നെ തകർന്ന് രണ്ടായി പിളരാനുള്ള സാധ്യതയാണുള്ളത്. അതിനാൽ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പിൻഭാഗത്ത് ഇടിച്ച ഉടനെ കപ്പലിന്റെ അടിഭാഗം തകരുകയും മുങ്ങൽ ആരംഭിക്കുകയും ചെയ്തതിൽ അതിശയിക്കാനില്ല. ഇത്ര വലിയ നാശം സംഭവിച്ചതിനാൽ ഇതിൽ പ്രോക്സിമിറ്റി ഫ്യൂസ് ഉപയോഗിച്ചിരിക്കാമെന്നും ഒരു വിലയിരുത്തലുണ്ട്. അതായത് കപ്പലിനോട് അടുത്തെത്തുന്ന മുറയ്ക്ക് പൊട്ടിത്തെറിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം. നേരിട്ടിടിച്ചാലും അല്ലെങ്കിൽ സമീപത്ത് സ്ഫോടനം ഉണ്ടായാലും ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് ഒരു കപ്പലിന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനകം 80 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 30-32 പേരെയാണ് പരിക്കുകളോടുകൂടി ജീവനോടെ രക്ഷപ്പെടുത്തിയത്. ആ കപ്പലിൽ മൊത്തം 140-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. ഇറാനിയൻ നാവികസേന ആ സ്ഥലത്ത് എത്തുന്നതിന് മുൻപേ കപ്പൽ മുഴുവനായും മുങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം അമേരിക്ക അവരുടെ സബ്മറൈൻ ഫ്ലീറ്റ് ആ പ്രദേശത്ത് സജീവമായി വിന്യസിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ പരിമിതമായ നാവികശേഷിക്ക് ഇത് വലിയ സമ്മർദ്ദമായി തന്നെ മാറിയിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി അമേരിക്കൻ നാവികസേന ഒരു ടോർപിഡോ ഉപയോഗിച്ച് നേരിട്ടുള്ള കിൽ നേടിയ സംഭവം ഇതായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. ഇതും അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് വന്നത്. ഇറാനിൽ ഇപ്പോൾ സാഹചര്യം എന്താണെന്ന് നോക്കിയാൽ ഇറാന്റെ നാവികശേഷി ഇതിനകം തന്നെ പരിമിതമായ നിലയിലായിരുന്നു. അവരുടെ സൈനിക ശക്തിയിൽ ബാലിസ്റ്റിക് മിസൈലുകളിലാണ് കൂടുതൽ ആശ്രയം. വ്യോമസേനയുടെ ശക്തി വളരെ കുറഞ്ഞ നിലയിൽ തന്നെയാണ്. നാവിക ശക്തിയും ദിവസേന സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിൽ. അതേസമയം ഇസ്രായേലിൽ നിന്ന് വന്ന പുതിയൊരു മുന്നറിയിപ്പ് അത് കൂടുതൽ ഗൗരവമേറിയതാണ്. നിങ്ങൾ ആരെയെങ്കിലും പുതിയൊരു നേതാവായി നിയമിച്ചാൽ പോലും ഞങ്ങളുടെ ലക്ഷ്യപ്പട്ടികയിൽ വരുന്നവരെല്ലാവരും ടാർഗറ്റ് ആയിരിക്കും. ഈ ഒരു തരത്തിലുള്ള ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഏജന്റുമാരെ പിടികൂടുന്നതിനായി ഇറാൻ 5 പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ 5 സംഘങ്ങളിൽ എത്ര പേർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവരെങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി, ഈ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. വളരെ രഹസ്യമായി ഈ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ ഇറാൻ ചെറിയൊരു നീക്കം നടത്തിയാലും അത് ഇസ്രായേൽ തിരിച്ചറിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതോടെ പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ഓപ്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇസ്രായേൽ വഴി പുറത്തു വന്നതാണെന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങൾ ഇറാൻ എടുക്കുന്നത് രാജ്യത്തിനുള്ളിൽ നടക്കുന്ന മൊസാദിന്റെ ഓപ്പറേഷനുകൾ ഏതാനും തോതിലെങ്കിലും കുറയ്ക്കാൻ സഹായിക്കുമെന്നും പറയുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറാനിൽ 100 പേർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് 10-15 പേർ വരെയും മൊസാദുമായി ബന്ധപ്പെട്ടവരായിരിക്കാം എന്നൊരു സംശയം അവർക്കുണ്ട്. ഇല്ലെങ്കിൽ രാജ്യത്തെ നേതാക്കളുടെ യാത്രകളും അവസാന നിമിഷ നീക്കങ്ങളും വരെ ഇസ്രായേലിന് എങ്ങനെ അറിയാൻ കഴിയുമെന്നാണ് അവർ ഉയർത്തുന്ന ചോദ്യം. ഇതിലേറ്റവും ഞെട്ടിപ്പിക്കുന്ന ആരോപണം എന്തെന്നാൽ പരമോന്നത മതനേതാവായ അലി ഖമേനി ഇദ്ദേഹം ആക്രപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചിത്രങ്ങളും വരെ പുറത്തു ചോർന്നിട്ടുണ്ട്. ഇന്റലിജൻസ് ഇൻപുട്ട് ലഭിക്കുന്നത് ഒരു വശം, പക്ഷേ സംഭവസ്ഥലത്തെ ചിത്രങ്ങൾ പോലും പുറത്തേക്ക് പോകുന്നുവെങ്കിൽ രാജ്യത്തിനുള്ളിലെ ചാരവലയം എത്ര വ്യാപകമാണ് എന്ന് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഈ ചാരവലയത്തെ നിയന്ത്രിക്കാതെ ഇറാന് ഇസ്രായേലിനെതിരെ വലിയ നീക്കങ്ങൾ നടത്താൻ പ്രയാസം തന്നെയാണ്.
അതിനാലാണ് പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം വിജയകരമാകുമെന്ന് വ്യക്തമല്ല. എന്നാൽ ഇത്തരമൊരു നടപടി ഇറാന് തന്ത്രപരമായ ചില നേട്ടങ്ങളും നൽകാൻ സാധ്യതയുണ്ട്. അതേസമയം ഒരു ആണവ സബ്മറൈനിൽ നിന്നും ഹെവി ടോർപിഡോ പ്രയോഗിച്ച് ഇറാന്റെ ഫ്രിഗേറ്റിനെ നശിപ്പിച്ച സംഭവം ഇത് അമേരിക്ക ഇറാന്റെ നാവികശേഷിക്കെതിരെ എത്രത്തോളം ശക്തമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാണെന്നതും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ വലിയൊരു മനുഷ്യനാശവും സംഭവിച്ചു. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. പ്രധാനമായും മൊസാദ് ചാരന്മാർക്കെതിരെ ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.